സുവിശേഷമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 അധ്യായങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായി നമുക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. 5-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മുടെ വിഷയം. 5, 6, 7 അധ്യായങ്ങൾ വളരെ പ്രസിദ്ധമായ അധ്യായങ്ങളാണ്. കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സെർമൺ ഓൺ ദ മൗണ്ട്, അതിനെക്കുറിച്ച് വിശ്വാസികളല്ലാത്തവർ പോലും വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനൊക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ സെർമൺ ഓൺ ദ മൗണ്ടിനെ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുള്ളതായി പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ അഭിപ്രായപ്പെടുന്നത് ദിസ് ഈസ് ദ വേ ഓഫ് സാൽവേഷൻ, രക്ഷയ്ക്കുള്ള മാർഗമാണ് ഇത്, അതുപോലെ അക്ഷരപ്രകാരം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ, അതുകൊണ്ട് അതെല്ലാം അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. വേറെ ചിലര് അഭിപ്രായപ്പെടുന്നത് ഇത് ഭൂലോക സമാധാനത്തിന് വേണ്ടി, പീസ് ഓഫ് ദ വേൾഡ് പീസിന് വേണ്ടിയുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇത് നാം എങ്ങനെയെങ്കിലും അനുസരിച്ചെങ്കിൽ മാത്രമേ, ഇതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ ഇത് നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ഇതൊരു ഫ്യൂച്ചർ ടൈമിലേക്കുള്ളതാണ്, മഹോദ്രകാലത്തോ മില്ലേനിയം പീരീഡിലോ ഒക്കെ അനുഷ്ഠിക്കേണ്ട കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അടുത്ത സമയത്ത് ഒരു നാട്ടിലെ ഒരു വലിയ കൺവെൻഷൻ പ്രസംഗകൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു, ഇത് നമുക്ക് ബാധകമല്ല എന്ന്. അതിന്റെ ഫലമായി പല സഭകളിലും അദ്ദേഹത്തെ ഇനി പ്രസംഗിപ്പിക്കരുത് എന്ന് അറിയിച്ചതായി കേൾക്കുവാൻ തക്ക ഇടയായി തീർന്നിട്ടുണ്ട്. ഇത് നാം പഠിച്ചിരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ പഠിച്ചു വരുന്ന വിഷയം മത്തായി സുവിശേഷകൻ അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യനായി മത്തായി സുവിശേഷം എഴുതിയത് യേശു രാജാവാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിച്ചത്. രാജാവാണ് എന്നുള്ളതിന്റെ പ്രൂഫായി വംശാവലിയും അതുപോലെ തനിക്ക് നേരിട്ടതായ ശത്രുത്വവും തന്നെ നമസ്കരിക്കുന്നതും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളും ക്രെഡൻഷ്യൽസും എല്ലാം നമ്മൾ പഠിച്ചു. ഇവിടെ ഇപ്പോൾ രാജാവിന്റെ തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസ്, എന്തൊക്കെയാണ് ഈ രാജാവിന്റെ തത്വങ്ങൾ എന്നുള്ളതാണ് വിഷയമായിരിക്കുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് അതിന്റെ 20-ാമത്തെ വാക്യമായിട്ട് നമുക്ക് എടുക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം നമ്മൾ എടുക്കണം. അതിന്റെ ചില വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ തീം എന്ന് പറയുന്നത്, ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്ന ഇതാണ്, അവിടുത്തെ വിഷയം ഇതാണ്: ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കടന്നുള്ളതായ ഒരു നീതി നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? ട്രൂ റൈറ്റിയസ്നെസ്, ശരിയായ നീതി. രാജാവിന്റെ പ്രിൻസിപ്പിൾസ് നാം പഠിക്കുമ്പോൾ നമ്മുടെ രാജാവാകുന്ന യേശുക്രിസ്തുവിന്റെ തത്വം അല്ലെങ്കിൽ തന്റെ പ്രിൻസിപ്പലിലും പ്രധാനമേറിയതാണ് ശരിയായ നീതിയുള്ളവരായി ജീവിക്കുക. രാജാവിന്റെ നീതിയെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇത് ആരോടാണ്? ഒരു പുരുഷാരത്തെ, ഒരു ക്രൗഡിനെ ലാർജായി കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളല്ല. 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന 5-1: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാണ്. അപ്പോൾ ഇത് ആരോടാണ് ഉപദേശിച്ചത്? ഡിസൈപ്പിൾസിനോടാണ്, ശിഷ്യന്മാരോടാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതായ ഈ അധ്യായങ്ങളിലെ, പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലെ കാര്യങ്ങൾ, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരും അവരുടെ പ്രസംഗങ്ങളിലും അപ്പോസ്തലന്മാർ അവരുടെ ലേഖനങ്ങളിലും ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്ത് പഠിപ്പിച്ചുവോ അത് ശിഷ്യന്മാരോടാണ് പഠിപ്പിച്ചത്. ശിഷ്യന്മാരടുത്ത് വന്നപ്പോൾ അവരോടാണ് പറഞ്ഞത്. അത് അപ്പോസ്തലന്മാർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് നമ്മെ ബാധിക്കുന്നതാണ്, ഈ കാലത്തേക്ക് ബാധിക്കുന്നതാണ്, നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യുവാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. വിശ്വാസികളായിരിക്കുന്നവർ പോലും പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിലെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഒന്നും അങ്ങനെയൊന്നും അനുസരിക്കാൻ പറ്റുകയില്ല. അതായത് മക്കളെ, നമുക്ക് അനുസരിക്കാൻ വയ്യാത്ത ഒരു കാര്യം കർത്താവ് നമ്മളോട് പറയത്തില്ല.
നമുക്ക് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കഴിവില്ലായിരിക്കും, എന്നാൽ കർത്താവ് അതിനുള്ള ശക്തി തരും. അപ്പോൾ വേദപുസ്തകത്തിൽ കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യുവാനായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ വെറുതെ പറഞ്ഞു പോയ കാര്യങ്ങളല്ല. അത് അനുവർത്തിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഇത് രക്ഷിക്കപ്പെടാത്ത ആളുകളോടല്ല, അൺസേവ്ഡ് വേൾഡിനോടല്ല കർത്താവ് പറഞ്ഞത്. ഇത് രക്ഷിക്കപ്പെട്ടതായാലും തന്റെ ഡിസൈപ്പിൾസിനോട്, തന്റെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ലേഖനങ്ങളിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്. ട്രൂ റൈറ്റസ്നെസ്, രാജാവിന്റെ പ്രിൻസിപ്പൽസ്, ട്രൂ റൈറ്റസ്നെസ്, ശരിയായിട്ടുള്ള നീതീകരണം, ശരിയായിട്ടുള്ള നീതി, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന നീതി നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മളിനി പഠിച്ചു വരാൻ പോകുന്ന വിഷയം അന്നത്തെ കാലത്തെ ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതി എന്ന് പറയുന്നത് പുറമേ ഉള്ളതായിരുന്നു, എക്സ്റ്റേണൽ ആയിരുന്നു. ലോസ്, നിയമങ്ങൾ, പ്രമാണങ്ങൾ അതനുസരിക്കണം. അതിന്റെ ചെറിയ കാര്യങ്ങളെ പോലും കീറി മുറിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുകയും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്ക് ഒരു നീതീകരണം ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അനുഭവമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള ഒരു നീതിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് ഇന്റേണലാണ്, അകത്ത് വരുന്ന വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് ആ നീതി ഉണ്ടായിരിക്കേണ്ടത്. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതുപോലെ പുറമേ ഉള്ളതായ രീതികൾ, പുറമേ കാണിക്കുന്നതായ കോണ്ടക്ട്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലൂടെ കാണുന്ന കാര്യങ്ങൾ പുറമേ കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല ശരിയായ നീതി. അകത്ത് ക്യാരക്ടർ അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചു വരുന്നതായ കാര്യങ്ങൾ. ഇത് കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളിലെ വിഷയങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. അപ്പോസ്തലന്മാർ അത് റിപ്പീറ്റ് ചെയ്ത ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും അറിയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാധകമായിട്ടുള്ളതാണ്, ഇന്ന് അനുവർത്തിക്കാനുള്ളതാണ്. അതാണ് ഇവിടുത്തെ വിഷയമായി നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പഠിപ്പിച്ചു വരുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നമ്മൾ ശരിയാകുന്ന വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ശരിയായ നീതീകരണത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള നീതിയെ കുറിച്ചുള്ളതായ 3 എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 3 രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന്റെ ഒന്നാമത്തേത് 5-1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അത് വാട്ട് ട്രൂ റൈച്ചസ്നെസ് ഈസ്, ശരിയായുള്ള നീതീകരണം ഏതാണ്, നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ അതിലൂടെ ഒന്ന് കടന്നു പോകും. ഇനി അടുത്തത് എങ്ങനെയാണ് ശരിയായ ഹൗ ട്രൂ റൈച്ചസ്നെസ് കം, മത്തായി 5:17 മുതൽ 20 ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. മൂന്നാമത്തെ വിഷയം ഹൗ റൈച്ചസ്നെസ് വർക്ക്സ് ഇൻ ഡെയിലി ലൈഫ്, അനുദിന ജീവിതത്തിൽ ഈ നീതി എങ്ങനെയാണ് നമുക്ക് നടപ്പാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങളെ അങ്ങനെ 3ആയിട്ട് തിരിച്ച് ശരിയായ നീതിയെ കുറിച്ചുള്ളതായ 3 എക്സ്പ്ലനേഷൻസ് കർത്താവ് പറയുന്നത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി 5-1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിഷയം. നമുക്കുള്ള സമയം ചുരുക്കമായതുകൊണ്ട് വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. എന്നാൽ നാം ആ വേദഭാഗം എടുത്തു ഇരിക്കുക. 5-ാം അധ്യായം 1-ാം വാക്യം നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു. 2-ാം വാക്യത്തിൽ അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള നീതി എന്താണ്, ട്രൂ റൈച്ചസ്നെസ് അല്ലെങ്കിൽ സ്പിരിച്വൽ റൈച്ചസ്നെസ് എന്താണ് എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അന്ന് ശാസ്ത്രന്മാരുടെ പരീക്ഷന്മാരുടേതായ ഒത്തിരി കാര്യങ്ങൾ, അവരുടെ ടീച്ചിങ്ങുകൾ ഒക്കെ പോലെയല്ല കർത്താവ് ചെയ്തത്. ആദ്യമേ തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷിലുള്ള നമ്മൾ വായിക്കുന്ന ബ്ലസ്സഡ് എന്നുള്ള പദത്തോടുകൂടിയാണ്. ഭാഗ്യവാന്മാർ എന്നുള്ളത് നമ്മൾ ഒടുവിലായിട്ടാണ് മലയാളത്തിൽ വായിക്കുന്നത്. എന്നാൽ ബ്ലസ്സഡ് ഈസ് ദ മാൻ എന്ന് പറഞ്ഞാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. ആ ബ്ലസ്സഡ് എന്നുള്ള പദം ഒരു സാധാരണ സന്തോഷമെന്നോ സാധാരണ രീതിയിലുള്ളതായ എന്തെങ്കിലും പ്രത്യേകതയോ മാത്രമായി കാണിക്കുന്നതല്ല. അത് ഡിവൈൻ ജോയ് ആൻഡ് ഹാപ്പിനെസ്, പെർഫെക്റ്റ് ഹാപ്പിനെസ്, ഡിവൈൻ ജോയ് എന്നുള്ള മീനിങ്ങിലാണ് ഭാഗ്യമെന്നോ സന്തോഷമെന്നോ അനുഗ്രഹമെന്നോ ഒക്കെയുള്ള മീനിങ്ങിൽ ബ്ലസ്സഡ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ലാറ്റിൻ പദമാണ് ബിയാറ്റസ് എന്നുള്ളത്. അതിൽ നിന്നാണ് ബിയാറ്റിറ്റ്യൂഡ് എന്ന് വരുവാൻ തക്കനിടയായി തീർന്നത്. അപ്പോൾ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ പഠിക്കുന്നത് വന്നത് ആ പദത്തിൽ നിന്നാണ്.
ബിയാറ്റസ് എന്നുള്ള പദത്തിൽ നിന്നാണ് വരുവാൻ തക്കവണ്ണടിയായി തീർന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ പദം സാധാരണ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, ഹ്യൂമനുമായിട്ടുള്ള ബന്ധത്തിലല്ല അന്ന് യൂസ് ചെയ്തിരുന്നത്. അവരുടെ ദൈവങ്ങൾ, ഗോഡ്സിന്റെ പ്രവൃത്തിയുള്ള ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവികമായി, ഡിവൈനായി ലഭിക്കുന്ന ജോയിയെയും ഹാപ്പിനെസിനെയും, പെർഫെക്റ്റ് ഹാപ്പിനെസിനെയുമാണ് കർത്താവ് പറയുന്നത്. ആ പദം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ, ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്നോ മലയാളത്തിൽ ഭാഗ്യവാനെന്നോ പറയുന്ന പദം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളെല്ലാം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമായിരുന്നു. കാരണം അതില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് ജീവിച്ചിരുന്നത്. കർത്താവ് ഇവിടെ പറയുന്ന 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശരിയായുള്ളതായ നീതി ഏതാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ ബിയാറ്റിറ്റ്യൂഡ് എന്ന് ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നു. അത് നാം വിശദീകരിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ 4ആയിട്ട് തിരിച്ച് പഠിപ്പിച്ചിരിക്കുന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. 4 ആറ്റിറ്റ്യൂഡ്സ് ആണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന് അതിന്റെ 3-ാം വാക്യമാണ്. 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ എന്നാണ്. പൂവർ ഇൻ സ്പിരിറ്റ്. പൂവർ എന്നുള്ള മീനിങ് കൊണ്ട് അല്ലെങ്കിൽ ആ പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഹംബിൾ അല്ലെങ്കിൽ കറക്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് വൺ സെൽഫ് എന്നാണ്. ഒരാളെ കുറിച്ച്, അവരെ കുറിച്ചുള്ളതായ ശരിയായിട്ടുള്ളതായ യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ളതായ എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. റോമലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അത് മലയാളത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് അത്രയും ഓർക്കുകയില്ല. എന്നാൽ ഇംഗ്ലീഷോടെ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും. നോട്ട് ടു തിങ്ക് മോർ ഹൈലി ഓഫ് ഹിംസെൽഫ് ദാൻ ഹി ought to think. അവരവരെ കുറിച്ച് ചിന്തിക്കുവാൻ അർഹതപ്പെട്ടതിന് മേളിലായിട്ട് ആരും ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിവുകളും എല്ലാം നമുക്കറിയാം. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കുവാൻ കഴിയാതെ നാം സംതിങ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അല്ല ശരിയായിട്ടുള്ളതായ അനുഗ്രഹത്തിന്റെ മാർഗം. അപ്പോൾ ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവേഴ്സെൽവ്സ്, നമ്മോട് തന്നെയുള്ള മനോഭാവം. നാം ആരാണ്, നമ്മുടെ കഴിവ് എന്താണ്, നമ്മുടെ യോഗ്യത എന്താണ്, നമ്മുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ള ശരിയായ എസ്റ്റിമേഷൻ, ശരിയായിട്ടുള്ളതായ ആ ചിന്ത നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂവർ സ്പിരിറ്റഡ് ആൾക്കാരായി ജീവിക്കുക എന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളിലെല്ലാം പാസ്കരായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ കൊടുക്കുക, ആ മീനിങ്ങിലല്ല എഴുതിയിരിക്കുന്നത്. നോട്ട് പൂവർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു നട്ടല്ലില്ലായ്മ പോലെയുള്ളതായ ഫീലിംഗ് അല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്നാൽ ലോകം ആഗ്രഹിക്കുന്നത് എപ്പോഴും തന്നെത്താൻ പുകഴ്ത്തുക, തന്നെത്താൻ ഉയർത്തുക, സെൽഫ് പ്രൈസ്, സെൽഫ് അസേർഷൻ, ഇതൊക്കെയാണ് ലോകം ചെയ്യുന്നതായ കാര്യങ്ങൾ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആത്മാവിൽ ദരിദ്രരാകുക എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ഫോൾസ് ഹ്യൂമിലിറ്റി എന്നുള്ള മീനിങ്ങിനല്ല എഴുതിയിരിക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ യോഗ്യയല്ല, എനിക്ക് എന്നെ കൊണ്ട് കഴിയുകയില്ല എന്നുള്ള മീനിങ്ങിനല്ല. നമ്മെ കുറിച്ച് തന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ളതായ ഒരു അപ്രൈസൽ അല്ലെങ്കിൽ ഒരു വാല്യൂ നാം കൊടുക്കുവാൻ തക്കണം ഇടയായി തീരുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ നാം ആരാണെന്നുള്ളത് ശരിയായ രീതിയിൽ നാം അക്സെപ്റ്റ് ചെയ്തിട്ട്, അത് അംഗീകരിച്ചിട്ട് ദൈവനാമമഹത്വത്തിനുമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരുകയാണ്. അപ്പോൾ നാം എന്താണ് ദൈവസഹായിച്ചാൽ ഇന്ന് ഉള്ളതായ മെയിൻ വചന ശുശ്രൂഷയിലും ഇതേ വിഷയം തന്നെയാണ്. ചിലപ്പോഴൊക്കെ രാവിലെയുള്ള ക്ലാസ്സിനോട് ചേർന്ന് തന്നെയാണ് മെസ്സേജും വരുന്നത്. ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നാം ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ളതായ ശരിയായ ചിന്താഗതി നമ്മെ ധരിക്കുകയും ഭാവിക്കേണ്ടതിനും ഇതേ ഭാവിച്ചുയരുവാൻ ഇടയാകാതെ നാം നമ്മെ തന്നെ മനസ്സിലാക്കി ദൈവനാമ മഹത്വത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവേഴ്സെൽവ്സ്, നമ്മെ കുറിച്ച് തന്നെ ഉള്ളതായ നമ്മുടെ ചിന്താഗതി. നമുക്ക് അറിയാം, നമ്മുടെ വീക്ക്നെസ് അറിയാം, നമ്മുടെ സ്ട്രെങ്ത് അറിയാം,
ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡാണ് അടുത്ത 3 വാക്യങ്ങളിൽ നമുക്ക് ആ 3 വിഷയങ്ങൾ ഒന്നിച്ച് നമ്മൾ പഠിക്കുക. എന്തൊക്കെയാണ്? 4-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ദുഃഖിക്കുന്നവര്, സൗമ്യതയുള്ളവര്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, അവർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. അവരാണ് ഭൂമിയെ അവകാശമാക്കുന്നത്. അവർക്കാണ് തൃപ്തി വരുവാൻ തക്കൊണ്ടിടയായിത്തീരുന്നത്. ദുഃഖിക്കുക, സൗമ്യതയുള്ളവരായിരിക്കുക, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കുക. അതിന് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത് അവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവർ സിൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ കുറിച്ചുള്ളതായ ശരിയായ മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിൽ ഒന്നാമതുണ്ടാകേണ്ടത് എന്താണ്? ദുഃഖിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു മോൺ ചെയ്യുക, അതല്ലെങ്കിൽ വിലപിക്കുക എന്നുള്ള മീനിങ് ആണ്. നാം വിലപിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം പാപത്തെ എങ്ങനെ കാണുന്നുവോ അതുപോലെ പാപത്തെ കാണുവാൻ, വിലപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരണം. നാം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്, ദൈവം പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്, എന്നാൽ പാപത്തെ വെറുക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പാപമുള്ള ശരീരത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി എന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്കത് ബോധ്യമാക്കി തരുമ്പോൾ സാരമില്ല, കുഴപ്പമൊന്നുമില്ല, ദൈവം ക്ഷമിക്കുന്നവനാണ് എന്നുള്ള മനോഭാവത്തിലല്ല, ദൈവം ഓരോ പാപത്തെയും എങ്ങനെ കാണുന്നു, ദൈവം കാണുന്ന രീതിയിൽ കണ്ട് വിലപിക്കുവാൻ നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നമുക്കറിയാവുന്നതുമായ വിഷയം, ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അപ്പോൾ ആര് പാപം കവറപ്പ് ചെയ്യാൻ നോക്കിയോ അവർക്കെല്ലാം ശിക്ഷയാണ്, അവർക്കെല്ലാം ദോഷമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പാപത്തെ മനസ്സിലാക്കി പാപത്തെ ഏറ്റുപറയുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീരുന്നത്. അതിൽ വിലപിക്കുക മാത്രമല്ല, പൂർണ്ണമായി ദൈവത്തിനായി ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നോട്ട് ഓൺലി മോർണിംഗ് അബൌട്ട് അവർ സിൻ as God sees our sin, but we have to submit meekly to the glory of God. നമ്മെ തന്നെ ഇനിയും പാപം ചെയ്യാതെ ഇരിക്കുവാൻ കർത്താവിന്റെ അടുക്കൽ വന്ന് ഭയങ്കര പാപികളോട് അവൻ ക്ഷമിച്ച് അവരുടെ അസ്വസ്ഥതകളെ വിടുവിച്ച് അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്, പോകാൻ ഇനി പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ്ലി പിന്നെയും പാപം ചെയ്യുവാൻ ഉള്ളതായ അവസ്ഥ നാം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ ജയിക്കുവാൻ, ദൈവനാമത്തിനായി ഏൽപ്പിക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. ഒരു ചർച്ചിലെ ഒരു ആൽട്ടർ കോളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ ആൽട്ടർ കോളിനും മുന്നേ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആരുടെ കാര്യമൊക്കെ കേട്ടു. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിലെ പലർക്കും അത് പറഞ്ഞു പൊരിച്ചിരി വരുന്നു. ഈ മനുഷ്യൻ എപ്പോഴും വന്ന പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ അതിന്റെ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഒരു ഡീക്കൻസ് ഒക്കെ ഇവിടുത്തെ ചർച്ചിലുണ്ടല്ലോ, അതിലൊരാൾ ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓരോ പ്രാവശ്യം വളർന്നക്കോളിന് വന്നു മുട്ടുകൊത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ഇന്ന പാപം ക്ഷമിക്കണമേ, എന്റെ ഹൃദയം മുഴുവൻ ചെലന്തി പോലെ നിറഞ്ഞിരിക്കുകയാണ്, ദൈവമേ അത് തൂത്ത് വൃത്തിയാക്കി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വെട്ടിയാൻ വന്ന ഡീക്കൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി മേലാൽ ചെലന്തി വലയല്ല, ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചെലന്തിയെ നീ അങ്ങ് തല്ലിക്കൊല്ലണമെന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ അനേകരുടെ ജീവിതത്തിൽ പിന്നെ ചെലന്തി കീപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പാപം ചെയ്യുവാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ നമ്മൾ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ചുങ്കക്കാരന്റെ പ്രാർത്ഥന അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അവന്റെ പ്രാർത്ഥനയാണ് ദൈവം അംഗീകരിച്ചു. ചുങ്കക്കാരന്റെ പരീശനും ചുങ്കക്കാരനുമാണ് പ്രാർത്ഥിക്കാൻ പോയത്. പരീശൻ തന്നെത്താൻ നീതീകരിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. എന്നാൽ ചുങ്കക്കാരൻ എന്താണ് ചെയ്തത്? ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ് വായിക്കുന്നത്. ശരിയായ രീതിയിൽ ഹൃദയത്തിന് വരുന്നത്, അത് നമ്മുടെ വിഷയം തന്നെ അതാണ്. കർത്താവ് പറയുന്ന നീതി എന്ന് പറയുന്നത് ഉള്ളിലാണ്, ഹൃദയത്തിലാണ്, ഇന്റേണലി ആയിട്ടാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് പാപത്തെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് വന്ന് ദൈവം പാപത്തെ കാണുന്നത് പോലെ കാണുവാൻ,
കരയുവാൻ വിലപിക്കുവാൻ ഇടയായി തീരണം. ദൈവം ശക്തമായി ഉപയോഗിച്ച ദൈവദാസന്മാരൊക്കെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിച്ചതായി, പാപത്തിൽ അകപ്പെട്ടതായിട്ടൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം വീണ്ടും അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തി ഉപയോഗിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ പാപത്തെ ഒരിക്കലും കവറപ്പ് ചെയ്തിട്ടില്ല. പബ്ലിക്കായിട്ട് നിലവിളിക്കേണ്ട സ്ഥാനത്ത് പബ്ലിക്കായിട്ട് നിലവിളിച്ചതായിട്ട് അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് തമിഴ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പാപത്തിലാകപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടായ സംഭവമാണ്. കുറെ കാലത്തേക്ക് അദ്ദേഹം പിന്നെ ശുശ്രൂഷയ്ക്കൊന്നും വരാതെ കഴിയിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം തന്നെ വീണ്ടും യഥാസ്ഥാനത്താക്കി താൻ പാപത്തെ കുറിച്ച് നിലവിളിച്ചു. തന്റെ ശുശ്രൂഷയിൽ പിന്നെ എല്ലാം താൻ എവിടെയൊക്കെ പോയി പ്രസംഗിക്കുമ്പോഴും താൻ പറയാറുണ്ടായിരുന്നു, ഈ തമിഴ് ഡേവിഡ് പാപം ചെയ്തവനാണ്, എന്നാൽ ദൈവം എന്നോട് കരുണ ചെയ്തു ക്ഷമിച്ചു എന്നുള്ളത് ആ കുറ്റബോധം തനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ദൈവം കാണുന്ന പോലെ പാപത്തെ കാണുവാൻ, വിലപിക്കുവാൻ, ദുഃഖിക്കുവാൻ നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, സൗമ്യതയോട് നമ്മുടെ ജീവിതത്തെ ദിവസത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പലയിടങ്ങളിൽ പൗലോസ് എടുത്തെടുത്ത് പറയുന്നതായ പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ എന്തെങ്കിലും ആയി എന്നല്ല, എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അവിടെ ആ വാക്യങ്ങളെല്ലാം നാം വായിച്ചു വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ തനിക്ക് ലോകപ്രകാരം പ്രശംസിക്കാനൊക്കെ ഉണ്ട്. എങ്കിലെന്നാൽ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം ആണ് യഥാർത്ഥ പരിചാരക്കാർ. അപ്പോൾ ഇതിലൊന്നും അല്ലെങ്കിൽ തന്റെ സ്വന്തം ഗുണമോ ശ്രേഷ്ഠതയോ ഒന്നും പറവാനില്ല എന്നാണ് പൗലോസ് പറയുന്നത്. 7-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണിയിരിക്കുന്നു. വീണ്ടും എല്ലാം ഛേദമെണ്ണിയിരിക്കുന്നു 9-ാം വാക്യത്തിൽ. 12-ാം വാക്യത്തിൽ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായോ എന്നോ അല്ല. 13-ാം വാക്യത്തിൽ പിടിച്ചിരിക്കുന്നെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ഓടുന്നു. അപ്പോൾ സൗമ്യതയോടുകൂടെ കർത്താവിന്റെ പാതയിൽ നടക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് അല്ല. മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം, മോശ സർവ്വഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ് വായിക്കുന്നത്. കഴിവില്ലായ്മയല്ല. മോശയെ പോലെ ഒരു ലീഡർ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 600,000 വരുന്ന ജനത്തെ മുഴുവൻ ഒരിടത്തുനിന്ന് വേറിടം വരെ കൊണ്ടുപോയി അവരുടെ ദൈവത്തിനെതിരെ, ലീഡേഴ്സിനെതിരെയുള്ള അവരുടെ മറുതെളിപ്പ്, അവർക്ക് ആഹാരം കൊടുത്തത്, അവർക്ക് വേണ്ടതെല്ലാം മരുഭൂമിയിൽ നൽകി, ഇതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മോശയെ ഉപയോഗിച്ചൊരു ഭയങ്കര ലീഡറായിരുന്നു മോശ. എന്നാൽ മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്നവൻ അതിസൗമ്യനായിരുന്നു എന്നാണ്. മീക്ക്നെസ് ഒരിക്കലും ഒരു ബലഹീനതയായിട്ടല്ല നാം കാണേണ്ടത്. കർത്താവ് തന്നെ പറയുകയാണ്, മത്തായി 11:29 വായിക്കുന്ന എന്താണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൊണ്ട് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പീൻ. സൗമ്യതയുള്ള കർത്താവ്, അവന്റെ സൗമ്യത പോലെ വേറെ എങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ആ പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആ മീക്ക്നെസ് എന്നുള്ള വേർഡ് വന്നത്. ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഫോഴ്സ് ദാറ്റ് ഹാഡ് ബീൻ ബ്രോക്കൺ. കുതിരയെ പോലെ ശക്തിയുണ്ട്, പക്ഷേ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പവർ അണ്ടർ കൺട്രോൾ. കഴിവുണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിലും അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അതാണ് മീക്ക്നെസ്, സൗമ്യത എന്ന് പറയുന്നത്. അപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 2-ാമത്തെ വിഷയം നമുക്ക് പാപത്തോടുള്ളതായ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഒന്ന്, ദുഃഖിക്കുക, പാപത്തെ കുറിച്ച് ദുഃഖിക്കുക, സൗമ്യതയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെയും പറയുന്ന നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, നീതിക്ക് വേണ്ടി ആഗ്രഹിച്ച്, അതിനുവേണ്ടി ദാഹിച്ച്, അതിനുവേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അതാണ് കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറയുന്നത്. ആ ചുങ്കക്കാരനെ പോലെ അവന്റെ ജീവിതത്തെ കുറിച്ച് ബോധമുള്ളവനായി തീർന്ന് അവനെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരാകുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. 3-ാമത്തെ ആറ്റിറ്റ്യൂഡാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇവിടെയും 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? കരുണ, ഹൃദയശുദ്ധി, സമാധാനം ഉണ്ടാക്കുന്നവർ. ദൈവത്തിന്റെ കരുണ, ഗോഡ്സ് മേഴ്സി എന്ന് പറയുന്നത് അത്
വലിയ വിഷയമാണ്. ദൈവത്തിന്റെ കരുണ ലഭിച്ചതുകൊണ്ട് എഫെസ്യർ രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിച്ചു. അത് യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ചതിന്റെ ഫലമായി, യേശുക്രിസ്തുവിനെ നാം രക്ഷിതാവായി ഏറ്റെടുത്തതിന്റെ ഫലമായി, പാപികളും ദോഷികളുമായിരുന്ന, പാപത്തിൽ ആയിരുന്ന നമുക്ക് കരുണ ലഭിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചു വന്നതിന്റെ ഫലമായി, കർത്താവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞതിന്റെ ഫലമായി അവൻ എന്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്? ഹൃദയത്തെ ശുദ്ധീകരിച്ചു എന്നാണ്. ക്ലീൻ ഹാർട്ട് ലഭിച്ചു. അപ്പോൾ യേശുവിൽ നാം വിശ്വസിച്ചതിന്റെ ഫലമായി ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് ദൈവം നമുക്കൊരു ക്ലീൻ ഹാർട്ട്, ഒരു ശുദ്ധ ഹൃദയം വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ എന്നൊക്കെ ഇടയായി തീർന്നു. റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് വിത്ത് ഗോഡ്, പീസ് വിത്തിൻ, നമ്മുടെ ഉള്ളിൽ തന്നെ സമാധാനം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന 3 ഭാഗങ്ങൾ, കരുണ, ദൈവത്തിന്റെ കരുണ എഫെസ്യർ നമ്മൾ വായിച്ചു, ശുദ്ധഹൃദയം അപ്പോസ്തലപ്രവൃത്തികളിൽ ഞാൻ ഉദ്ധരിച്ചു, റോമാലേഖനത്തിൽ സമാധാനം. അപ്പോൾ ദൈവത്തിന്റെ കരുണ, ഹൃദയത്തിന്റെ പരമാർത്ഥത, അതുപോലെ തന്നെ സമാധാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, ഇത് 3 ദൈവിക സ്വഭാവങ്ങളാണ്. ഈ ദൈവിക സ്വഭാവങ്ങൾ നമുക്ക് ലഭിച്ചതായ നാം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഈ സ്വഭാവങ്ങളെ ചാനൽ ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തുവാൻ ഇടയായി തീരണം. എന്തൊക്കെ സ്വഭാവങ്ങളാണ്? കരുണയുള്ളവരായിരിക്കണം, കരുണ കാണിക്കണം. നാം ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കരുണ ലഭിക്കണം. കർത്താവ് തന്നെ വളരെ ശക്തമായി പറഞ്ഞു, ഒരു മനുഷ്യന് വലിയ കടക്കാരനായിരുന്നു, അവനോട് നിലവിളിച്ചപ്പോൾ അവന്റെ യജമാനൻ അവന്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. എന്നാൽ അവൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേറെ ചെറിയ കടം പെട്ട ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ കണ്ടിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, ഇപ്പോൾ എന്റെ കടം തീർക്കണമെന്ന് പറഞ്ഞു അവനെ ജയിലിൽ അടയ്ക്കുവാൻ എന്നൊക്കെ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് അവനെ കുറിച്ച് എത്ര ഭയങ്കരമായ രീതിയിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കാത്ത ആരും ഇല്ല ഇവിടെ ഇരിക്കുന്നവർ. നമ്മളെല്ലാം ദൈവം നമ്മോട് മഹാകരുണ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭവനത്തിലോ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ, നമ്മുടെ അയൽവക്കങ്ങളിലോ, നമ്മുടെ കുടുംബങ്ങളിലോ ആരോടെങ്കിലും കരുണയില്ലാത്ത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. കരുണ കാണിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് കരുണ, ആ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ 3-ാമത്തെ ആറ്റിറ്റ്യൂഡ്, 1-ാമത്തേത് നമ്മോട് തന്നെയുള്ള ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞത്, 2-ാമത് പാപത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, 3-ാമത് ദൈവത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലോർഡ്. അതെന്താ? കരുണയുള്ളവരായിരിക്കണം. 2-ാമത് പറയുന്നത് നാം പൂർണ്ണ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം പലപ്പോഴും ക്രിക്കറ്റ്നെസ് നിറഞ്ഞതാണ്. ലോകത്തെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ തന്നെ വായിക്കുന്ന അങ്ങനെയാണ്. വക്രതയും കോട്ടമുള്ള തലമുറ. വക്രത, അതിൻ്റെ കൂടെ കോട്ടവും ചരിവും വളവും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. എവരിബഡി ഈസ് ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞ് ചെയ്യാനല്ല എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നത്. അവൻ ഏത് രീതിയിലാണ് നമ്മോട് ദൈവം ഇടപെട്ടത്, അതേ രീതിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. എവിടെ നോക്കിയാലും സമാധാനം ഇല്ലായ്മയാണ്. ദൈവം നമുക്ക് ദിവ്യ സമാധാനം നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ജോലി എന്താണ്? നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ട്രബിൾ മേക്കേഴ്സ് ആയിരിക്കരുത്, പീസ് മേക്കേഴ്സ് ആയിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലയോ, നാം ആ പേരിന് അർഹരല്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മുടെ ഈ 4-ാമത്തെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുകൂടെ പറയാനായിട്ട് സമയമില്ല. ലോകത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. ലോകം നമ്മളെ ഭയക്കുന്നത്. ലോകം നാം ഫ്രണ്ട്ഷിപ്പ് അല്ല. കാരണം ലോകത്തിന് ദൈവത്തെ വേണ്ട, ലോകത്തിന് ക്രിക്കറ്റ്നെസ് മതി, ലോകത്തിന് പ്രൈഡ് മതി, ലോകത്തിന് ഹ്യൂമിലിറ്റി വേണ്ട. ഇതൊക്കെയാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ കർത്താവിന്റെ ഈ പർവ്വത പ്രസംഗങ്ങളിൽ നിന്ന്, ശരിയായ റൈച്ചസ്നെസ്, ആത്മീയമായ സ്പിരിച്വലായുള്ള റൈച്ചസ്നെസ്, നീതീകരണം. നീതി എന്താണ്? അത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ നാം കാണുന്നവരായിരിക്കണം. നമ്മുടെ പാപത്തെ കുറിച്ച് നാം വിലപിക്കുന്നവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, നാം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഇന്ന് പൽക്കാലം നമ്മുടെ രാജാവ് നമ്മെ നോക്കുമ്പോൾ രാജാവിന്റെ പ്രജ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ അത് കാണുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് ശോധന ചെയ്യാം.